വെൽക്കം ബാക്ക്. ഇത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞു. എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റീൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസാണ് റിയാക്ടിവിറ്റി സീരീസ്. സീരീസിൽ ഏറ്റവും മേലെയുള്ള ആൾക്കാർ ഹൈലി റിയാക്റ്റീവാണ്. താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. ഇനി ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. പൊട്ടാസ്യത്തിനാണ് ഏറ്റവും പെട്ടെന്ന് ഓക്സിഡൈസ് ആകുന്നത്, റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. മെറ്റൽസ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ടാണ് റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുക. സോ അണ്ടർഗോസ് ഓക്സിഡേഷൻ. സോ ഇവരെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ്സ് എന്നാണ് വിളിക്കുക. പൊട്ടാസ്യം വിൽ ബി ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ്. ഈ തന്നിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് പൊട്ടാസ്യമാണ്. അപ്പോൾ ഏറ്റവും വീക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതായിരിക്കും? ഏറ്റവും താഴെയുള്ള ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. റിയാക്ടിവിറ്റീസിൻ്റെ ബേസിലും റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ബേസിൽ നമുക്ക് പറയാം. Then, displacement reactions. Prepare some copper sulfate solution in a beaker and dip a zinc rod in it. Observe the change after some time. എന്താണ് സംഭവിക്കുന്നത്? കോപ്പർ സൾഫേറ്റിനകത്തേക്ക് സിങ്ക് റോഡ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം സിങ്കിൻ്റെ കളറ് മാറുന്നു, കോപ്പർ സൾഫേറ്റിൻ്റെയും കളർ മാറുന്നു. ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലൈൻ എടുക്കുക, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഒരു സിങ്ക് റോഡ് അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യും. സിങ്ക് റോഡിൻ്റെ കളർ ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ സിങ്കിൻ്റെ കളറ് മാറും, അതായത് കോപ്പർ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ഉം SO4 2- ആയിട്ട് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കോപ്പർ പോസിറ്റീവ് ചാർജ് അയോണും സൾഫേറ്റ് നെഗറ്റീവ് ചാർജ്. സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. റിയാക്ടിവിറ്റി സീരീസിൽ മേലെയാണ്. സിങ്ക് എന്താണ്? 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറിയിട്ട് സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഈ സിങ്ക് അയോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ സൾഫേറ്റ് അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും. ഈ സിങ്ക് സൾഫേറ്റിന് കളറില്ല. അതുകൊണ്ട് എന്താണ്? ഈ സൊല്യൂഷൻ്റെ കളർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ കോപ്പർ അയോൺസ് സിങ്ക് റിലീസ് ചെയ്ത ആ ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്ത് ആറ്റംസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് എന്താണ്? സിങ്ക് റോഡിൻ്റെ മേലെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. What happened to zinc rod? സിങ്ക് റോഡിന് എന്ത് സംഭവിച്ചു? സിങ്ക് റോഡിൻ്റെ കളറ് മാറിയില്ലേ? സിങ്ക് ബിക്കംസ് റെഡ്. സിങ്ക് റോഡ് ബിക്കംസ് റെഡ് കളർ. What is the reason for this? എന്തുകൊണ്ടായിരിക്കും ഈ റെഡ് കളർ വന്നത്? Because copper gets deposited over zinc. സിങ്കിൻ്റെ മേലെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് ഉണ്ടായത്. What is the reason for change in intensity of color of copper sulfate solution? എന്തുകൊണ്ടായിരിക്കും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ മാറിയത്? ബിക്കോസ് അവിടെ ഉണ്ടായ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞതാണ്, സിങ്ക് സൾഫേറ്റ് കളർലെസ് ആണ്. സിങ്ക് സൾഫേറ്റ് ഈസ് കളർലെസ് ആൻഡ് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എവിടെ പോയി? കോപ്പർ ആറ്റംസ് ആയിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു? സിങ്കിൻ്റെ മേലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. The blue color of copper sulfate solution is due to the presence of Cu2+ ions. When zinc rod is dipped in copper sulfate solution, the Cu2+ ions in the solution gets deposited at the zinc rod as copper atoms. The chemical reaction taking place here is given below. എന്താണ് ഇവിടെ നടക്കുന്നത്? സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഇവിടെ ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് അറിയാം അല്ലേ? BC എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഗീവ്സ് ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ എന്താണ്? A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും മെറ്റൽസ് ആണ്. സോ നമുക്ക് റിയാക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AC+B. ഇവിടെ എന്ത് സംഭവിച്ചു? The metal B is replaced by metal A, or we can say metal B gets displaced by metal A. metal B നെ metal A displace ചെയ്തു. ഇങ്ങനെ നടക്കുന്നതിനാണ് സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്, സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. ഇതൊരു സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്.
സോ സിങ്ക് ആൻഡ് കോപ്പർ സൾഫേറ്റിൽ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഏത് മെറ്റലാണ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്? കോപ്പർ. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ സിങ്ക് ആണോ കോപ്പർ ആണോ മോർ റിയാക്റ്റീവ്? ക്യാൻ സേ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്. On the basis of the position of zinc and copper in the reactivity series, can you explain why copper has been displaced? എന്തുകൊണ്ടായിരിക്കും കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്? ബിക്കോസ് സിങ്കിന് മോർ റിയാക്ടിവിറ്റി ഉണ്ട്, കോപ്പറിന് ലെസ് റിയാക്ടിവിറ്റി ആണ്. അതുകൊണ്ട് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തു. Isn't it due to the higher reactivity of zinc when compared to copper? അപ്പോൾ കോപ്പറിൻ്റെ ലെസ് റിയാക്ടിവിറ്റി ആകാം ഇതിന് കാരണം. Let us rewrite the above equation showing the nature of ions as below. അപ്പോൾ നമുക്ക് അയോൺസിൻ്റെ നേച്ചർ നോക്കാം. സിങ്ക് ഇനീഷ്യൽ കണ്ടീഷനിൽ എന്താണ്? സിങ്ക് റോഡാണ്. സോ സിങ്കിലെ ആറ്റംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ചാർജ് എന്താണ്? 0 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ദെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റിൽ കോപ്പർ Cu2+ ആൻഡ് SO4 2- ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സിങ്ക് Zn2+ ആയിട്ടും കോപ്പർ 0 ആയിട്ടും മാറി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ചസ് നടക്കുന്നത്? സിങ്ക് 0 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയി. ദെൻ കോപ്പർ റിയാക്ഷന് മുമ്പ് +2 ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, റിയാക്ഷന് ശേഷം എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ട് മാറി. സോ ദ ചേഞ്ച് ഹാപ്പനിങ് ടു സിങ്ക് എന്താണ്? സിങ്ക് എങ്ങനെയാണ് Zn2+ ആയതും? How zinc becomes Zn2+? Zinc Zn2+ ആകണമെങ്കിൽ 2+ മീൻസ് റിലീസിങ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ചാർജ് വരുള്ളൂ. +2 ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് ആണ്. 2 നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിങ്കിന് 2+ ആയിട്ട് വരുള്ളൂ. സോ സിങ്ക് 2+ ആയിട്ട് മാറി. Then the change happened to zinc Zn0 Zn2+ plus 2 electrons. Is this reaction oxidation or reduction? Why? ഈ റിയാക്ഷൻ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? നമ്മളിവിടെ നോക്കിയാൽ സിങ്കിൻ്റെ ചാർജ് 0-ൽ നിന്ന് +2-ലേക്ക് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലൂസ് ഓഫ് 2 ഇലക്ട്രോൺസ് ഓർ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. 2 റീസൺ പറയാം. ഒന്നെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. എന്തുകൊണ്ടാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത്? ബിക്കോസ് ഓഫ് ലൂസ് ഓഫ് ഇലക്ട്രോൺ. ദ ചേഞ്ച് ഹാപ്പൻ ടു Cu2+. Cu2+ന് എന്ത് ചേഞ്ച് ആണ് ഇവിടെ നടന്നത്? നമുക്ക് നോക്കിയാൽ Cu2+ അയോൺ എന്തായിട്ട് മാറി? കോപ്പർ ആറ്റംസ് ആയിട്ട് മാറി. അതായത് Cu2+ എന്തായിട്ട് മാറി? കോപ്പർ 0 കോപ്പർ ആറ്റംസ് ആയിട്ട് മാറി. എങ്ങനെയാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ന്യൂട്രൽ ആകുന്നത്? പോസിറ്റീവ്ലി ചാർജ് ഓൾറെഡി 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് പോസിറ്റീവ്ലി ചാർജ് ആകുന്നത്. ന്യൂട്രൽ ആകണമെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടണം. അപ്പോൾ എന്ത് കിട്ടിയിരിക്കണം? ഇലക്ട്രോൺസിനെ കിട്ടിയിരിക്കണം. എത്ര ഇലക്ട്രോൺസ് വേണം? 2 പോസിറ്റീവ് ചാർജിനെ ഈക്വലൈസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് വേണം? 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വേണം. സോ Cu2+ plus 2 electrons giving copper atoms. What is the name of this reaction? അപ്പോൾ ഈ റിയാക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസിനെ നമുക്ക് അറിയാം എന്താണ്? ഇറ്റ് വിൽ ബി റിഡക്ഷൻ. ബിക്കോസ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. 2 രീതി പറയാം. ഒന്നെങ്കിൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. Zinc is oxidized and Cu2+ is reduced. That is, oxidation and reduction take place simultaneously. Using this redox process. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും ഉണ്ട്. സോ ഇതിനെ നമുക്കൊരു റിഡോക്സ് പ്രോസസ് ആയിട്ട് പറയാം. നെക്സ്റ്റ് റിയാക്ഷൻ. സിമിലർലി എ കോപ്പർ പ്ലേറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നോക്കുക, കോപ്പർ പ്ലേറ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഒരു കോപ്പർ ഷീറ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ടിപ്പ് ചെയ്ത് വെച്ചു. എന്താണ് സംഭവിക്കുന്നത്? ആ കോപ്പറിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോയി അല്ലേ? കോപ്പറിൻ്റെ മേലെ എന്തോ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. സോ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക? അവിടുത്തെ മെറ്റൽ സിൽവർ ആണ്. നമ്മൾ നേരത്തെ സിങ്ക് ആൻഡ് കോപ്പർ സൾഫേറ്റ് കണ്ട പോലെ എന്താണ്? എന്തോ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. എന്തായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുക? സിൽവറിനകം.
gets a layer of silver deposited on its surface. Examine the equation for chemical reaction taking place here. So ഇവിടുത്തെ chemical reaction നോക്കുക എങ്ങനെയാണ് നടക്കുന്നത്. നമുക്ക് റിയാക്ടിവിറ്റി സീരീസിൽ സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും പൊസിഷൻ നോക്കിയാൽ എന്താണ്? കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സോ നേരത്തെ റിയാക്ഷനിലോ ആരാണ് മോർ റിയാക്റ്റീവ്? സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഈ റിയാക്ഷനും കൂടെ നോക്കാം. Examine the equation for the chemical reaction taking place here. 2AgNO3 plus Cu gives CuNO3 twice plus 2 Ag atoms. Explain the process on the basis of reactivity series. റിയാക്ടിവിറ്റി സീരീസിൻ്റെ ബേസിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ. ആരാണ് ഇവിടെ മോർ റിയാക്റ്റീവ്? കോപ്പറാണ്. ലെസ് റിയാക്റ്റീവ് ആരാണ്? സിൽവറാണ്. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് നടന്നത്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിനകത്ത് റീപ്ലേസ് ചെയ്തു. സിൽവറിനെ തട്ടി മാറ്റിയിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോപ്പർ അവിടെ എത്തും. എങ്ങനെ? കോപ്പർ ബിക്കംസ് CuNO3 ട്വൈസ്. അവിടെ നടക്കുന്ന സിൽവറിന് എന്താണ് നടന്നത്? സിൽവർ ഒരു കോമ്പൗണ്ടിലായിരുന്നു, സിൽവർ ആറ്റംസ് ആയി. എങ്ങനെ? ബൈ ഗെയിനിങ് ഇലക്ട്രോൺസ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. നമ്മൾ കണ്ടു റിയാക്ടിവിറ്റി സീരീസിലും മേലെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ മേലെയുള്ള മെറ്റൽ, അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. 2Ag പ്ലസ് NO3. NO3യുടെ ചാർജ് എന്താണ്? -1 പ്ലസ് Cu 0 പ്ലസ് gives Cu. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? കോപ്പർ ഷോസ് ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. ദെൻ 2Ag, Agയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആറ്റമാണ്. ആറ്റമായിട്ട് എനിക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. Complete this chemical equation by assigning oxidation number. Which ion is responsible for change in color of AgNO3 solution? AgNO3 സൊല്യൂഷൻ്റെ കളർ ചേഞ്ചിന് കാരണമായ അയൺ ഏതായിരിക്കും? 2 ബ്ലൂ കളർ ആഫ്റ്റർ സം ടൈം. ഏത് അയോണിൻ്റെ പ്രസൻസ് ആണ്? Cu2+ അയോണിൻ്റെ പ്രസൻസ് ആയിരിക്കും കളർ ചേഞ്ചിന് കാരണം. Which metal was oxidized in this case? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? ഓക്സിഡേഷൻ നമ്പർ നോക്കിയാൽ ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത്? Cu becomes Cu2+, Ag+1 becomes Ag0. ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? കോപ്പർ. എന്താണ് കോപ്പറിന് എങ്ങനെയാണ് ഓക്സിഡേഷൻ നടന്നത്? കോപ്പർ ബിക്കംസ് Cu2+ പ്ലസ് 2 ഇലക്ട്രോൺസ്. ആർക്കാണ് ഇവിടെ റിഡക്ഷൻ നടന്നത്? ഓക്സിഡേഷൻ നമ്പർ റിഡ്യൂസ് ചെയ്ത് Ag+1 ആയിരുന്നു, Ag0 ആയിട്ട് മാറി. എങ്ങനെയാണ് Ag+1ൽ നിന്ന് Ag0 ആയിട്ട് മാറിയത് സിൽവർ? ബൈ accepting electrons becomes Ag. ഇവിടെ കോപ്പർ എത്ര ഇലക്ട്രോൺസിനാണ് വിട്ടുകൊടുത്തത്? 2 ഇലക്ട്രോൺസ്. ഇപ്പോൾ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് 2 ഇലക്ട്രോൺസും ആക്സെപ്റ്റ് ചെയ്യപ്പെടണം. സോ 2 ഇലക്ട്രോൺസ് സ്വീകരിക്കണമെങ്കിൽ 2 സിൽവർ പ്ലസ് ആറ്റംസ് അയോൺസ് വേണം. പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് 2 Ag. Metals having high reactivity displace the metals having less reactivity from their salt solution. നമ്മൾ കണ്ട രണ്ട് റിയാക്ഷനിലും ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു. Such chemical reactions are known as displacement reactions. Metals with high reactivity gets oxidized and those with lesser reactivity gets reduced. അപ്പോൾ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ മേലെയുള്ള മെറ്റൽ എ, താഴെയുള്ള മെറ്റൽ ബി, ഇതൊരു സൊല്യൂഷനിലാണെങ്കിൽ BC എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? മെറ്റൽ എ ബീനെ ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ടോ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറുകയാണ്? AC+B ആയിട്ട് മാറും. ഇത്തരത്തിലുള്ള റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? ഹൈ റിയാക്റ്റീവ് ഓർ മോർ റിയാക്റ്റീവ് മെറ്റൽ ഓക്സിഡേഷൻ നടക്കും. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് റിഡക്ഷനുമാണ് നടക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. Observe the pictures given below based on the reactivity series. Predict which among these undergo a displacement reaction. Magnesium in copper sulfate, silver in copper sulfate, magnesium in
zinc sulfate solution, magnesium in silver nitrate solution, copper in magnesium sulfate solution. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? റിയാക്ടിവിറ്റി സീരീസ് നോക്കുക. മാഗ്നീഷ്യം, കോപ്പർ, സിൽവർ എന്നിവരുടെ പൊസിഷൻ നോക്കുക. ഓക്കെ, സിങ്ക് ഇവരുടെ പൊസിഷൻ നോക്കുക. ദെൻ നമുക്ക് നോക്കാം നടക്കുമോ ഇല്ലയോ. മാഗ്നീഷ്യം ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആരാണ് മോർ റിയാക്റ്റീവ്? മാഗ്നീഷ്യം. ലെസ് റിയാക്റ്റീവ് കോപ്പറാണ്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഇൻ സാൾട്ട് സൊല്യൂഷനിലാണ്. സോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുക? മാഗ്നീഷ്യം വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് കോപ്പർ വിൽ അണ്ടർഗോ റിഡക്ഷൻ. ദെൻ സിൽവർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സിൽവർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആരാണ് മോർ റിയാക്റ്റീവ്? റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ കോപ്പർ ആണ് മോർ റിയാക്റ്റീവ്, സിൽവർ ഇസ് ലെസ് റിയാക്റ്റീവ്. സോ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവായ മെറ്റലിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്. സോ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് സാൾട്ട് സൊല്യൂഷൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. നേരെ മറിച്ച് സിൽവറിൻ്റെ സൊല്യൂഷനിലായിരുന്നെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നേനെ. മാഗ്നീഷ്യം ഇൻ സിങ്ക് സൾഫേറ്റ്. മാഗ്നീഷ്യം ഇൻ സിങ്ക് സൾഫേറ്റ്. ആരാണ് മോർ റിയാക്റ്റീവ്? മാഗ്നീഷ്യമാണ്. ലെസ് റിയാക്റ്റീവ് ആരാണ്? സിങ്കാണ്. ദെൻ സിങ്ക് ആണ് സാൾട്ട് സൊല്യൂഷൻ ഉള്ളത്. സിങ്ക് സൊല്യൂഷനാണ്, സിങ്ക് സൾഫേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ സിങ്കിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ആർക്കാണ് ഓക്സിഡേഷൻ? മാഗ്നീഷ്യം അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് സിങ്ക് അണ്ടർഗോ റിഡക്ഷൻ. ദെൻ മാഗ്നീഷ്യം ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. മാഗ്നീഷ്യം സിൽവർ നൈട്രേറ്റ്. ആരാണ് മോർ റിയാക്റ്റീവ്? മാഗ്നീഷ്യം. സിൽവർ നൈട്രേറ്റിൽ സിൽവർ ലെസ് റിയാക്റ്റീവ് ആണ്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ദെൻ ലാസ്റ്റ് വൺ കോപ്പർ ഇൻ മാഗ്നീഷ്യം സൾഫേറ്റ്. ആരാണ് മോർ റിയാക്റ്റീവ്? മാഗ്നീഷ്യം. ആരാണ് ലെസ് റിയാക്റ്റീവ്? കോപ്പർ. ബട്ട് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സാൾട്ട് സൊല്യൂഷനാണ് ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. സോ നമുക്കൊരു ഐഡിയ കിട്ടി. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്? എപ്പോൾ മാത്രമാണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ. അവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്തായിരിക്കണം? അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിലാണെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ അണ്ടർഗോ റിഡക്ഷൻ. ദാറ്റ്സ് ഓൾ.